എടി കണ്ടേ ഞാൻ പറയുന്നത് കേൾക്കാനാ പറഞ്ഞത്. ഞാൻ നിങ്ങളെ കൂടെ ഇനി ജീവിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. എനിക്ക് ബോണസ് കിട്ടിയ പൈസ കൊണ്ട് നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പോകണോ വേണ്ടേ? ഞാൻ വരുന്നില്ല. മലേഷ്യയിൽ പോയി നമുക്ക് ആഘോഷിക്കാടി. എനിക്ക് സിംഗപ്പൂർ പോകണം. സിംഗപ്പൂർ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വന്നാൽ. സിംഗപ്പൂരിൽ പോയി മലേഷ്യ പോകാനാ പറഞ്ഞത്. മലേഷ്യയിൽ ഞാൻ വരുന്നില്ല. സിംഗപ്പൂരിൽ പോകാന്ന് പറഞ്ഞേ. ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് സിംഗപ്പൂർ എന്നാലും ഞാൻ മലേഷ്യ വരും. നീ അങ്ങോട്ട് എവിടെ പോടെ? അവിടെ പരിപാടി നടക്കുന്ന ഫ്ലോർ ആടിയത്. അത് ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പൊയ്ക്കോളാം. നിന്റെ ഭർത്താവ് പറഞ്ഞു അവിടെ നിൽക്കാൻ. അയ്യടാ ഭർത്താവ്, നിങ്ങൾക്കെല്ലാം ഇവിടെ എല്ലാം കുറെ ഭർത്താക്കന്മാരൊക്കെ ഇരിപ്പുണ്ട്. അശ്വതിക്കുണ്ട് ഒരു ഭർത്താവ്. അശ്വതിയുടെ ഭർത്താവ് അശ്വതി എങ്ങനെ നോക്കുന്നതെന്ന് അറിയാമോ? നല്ല തങ്കക്കുടം പോലെയാ നോക്കുന്നത്. ഉല്ലാസണ്ണന്റെ ഭാര്യയെ ഉല്ലാസണ്ണ എങ്ങനെയാ നോക്കുന്നത്? നല്ല താമരപ്പൂ പോലെ. സുധിയണ്ണന്റെ ഭാര്യ സുധിയണ്ണ എങ്ങനെയാ നോക്കുന്നത്? നല്ല പവിഴം പോലെ. അപ്പൊ എന്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ മാത്രം ഭാര്യയെ പോലെ കാണുന്നു, മാത്രമല്ല പൂവും കായുമായിട്ട് കാണുന്നു. അപ്പൊ ആരാടി യഥാർത്ഥത്തിൽ ഭാര്യയെ പോലെ കാണുന്നത്? സ്നേഹിക്കുന്ന ആരാണ്? ലോക കള്ളനാണ്. ലോക കള്ളൻ. കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്? PWD-യിലാണ് നിങ്ങൾക്ക് ജോലിയെന്ന്. ഹോട്ടലിൽ പാത്രം കഴിയുന്ന ജോലിയല്ലേ മനസ്സിലായി? അത് PWD അല്ലയോ? ബാത്റൂം വാഷിംഗ് ഡിപ്പാർട്ട്മെന്റ്. അല്ല, നീ പറയുന്ന PWD അല്ലായിരുന്നു. എന്താ എന്നെ പറഞ്ഞാ മതി. ഡോക്ടർ, എഞ്ചിനീയർ, കളക്ടർ, എന്തെല്ലാം ആലോചന എനിക്ക് വന്നത്. നിനക്കങ്ങനെ പല ആലോചനയും വരും. അവർക്കൂടെ ആലോചന വരണ്ടേ? അതെ, ഇപ്പൊ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് സംശയം? വെളിയിലിറങ്ങാൻ കൊത്തില്ല. ഒരു പെണ്ണിനെ പോയി സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ അപ്പുറത്തെ വീട് ഇത്രയും അടുത്ത് ഈ പരിപാടി നടന്ന് ഞാൻ കാണാൻ പറ്റത്തില്ല. ഈ കൊച്ചോടെ തന്നെ സംശയം. എങ്ങനെ ഞാൻ സംശയിക്കാതിരിക്കും? അപ്പുറത്തെ മീൻകടക്കാരി അവിടെ ശാന്തമ്മക്കന്റെ 3 മക്കളെണ്ണം കണ്ടിട്ടുണ്ടോ? ശാന്തമ്മക്കന്റെ 3 മക്കള്, മീൻ കച്ചവടം നടത്തുന്ന ശാന്തമ്മക്കന്റെ 3 മക്കളെണ്ണം കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഇരിക്കും. തയ്യക്കടക്കാരി ലീല. നീ അവിടെ 2 മക്കളെ കണ്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടില്ലല്ലോ. ഉറപ്പാണല്ലോ. ഉറപ്പായിട്ട് കണ്ടിട്ടില്ലല്ലോ. എനിക്കൊരു നെഞ്ചുവേദന എന്ന് പറഞ്ഞത് കണ്ടാണോ? നിങ്ങൾക്ക് സുഖമില്ല, അസുഖമാണെന്നാ. ആഴ്ചയിൽ എക്സ്റേ പോയി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേൾക്കൂല. നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചല്ലേ പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കേണ്ടത് നിങ്ങളുടെ കുഴപ്പമല്ലേ? അത് അതിനല്ല പറയുന്നത്. എക്സ്റേ എടുക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? എന്റെ ഉള്ളിൽ വേറെ പെണ്ണുങ്ങളുണ്ടോന്ന് അറിയാൻ. അല്ല, എന്റെ അസുഖത്തെ അറിയാൻ വേണ്ടിയല്ല. സത്യം എനിക്കറിയണ്ടേ. എന്റെ ഭർത്താവിന് എന്റെ അടുത്ത് സ്നേഹം ഉണ്ടാന്ന് എനിക്കറിയണ്ടേ. നിനക്കറിയണം. നിന്നെ അറിയിച്ചു തരാം. നിങ്ങൾക്കറിയോ, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ കല്യാണം ഇവിടെ പെണ്ണ് കാണാനായിട്ട് ചെന്നപ്പോഴേ എന്ത് സുന്ദരിയായിരുന്നു. ഈ ഇതിന്റെ സ്വഭാവം ഒന്നും അല്ലായിരുന്നു. എന്ത് സുന്ദരിയാണെന്നറിയോ? ഈ മുടിയൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇങ്ങനൊന്നും അല്ലായിരുന്നു. പനംകൊല പോലെ ഇങ്ങനെ എത്തം വരെയാണ് മുടിയൊക്കെ. സത്യം. അത് ശരി തന്നെ. അത് നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ പഞ്ചായത്തിൽ പനംകൊല പോലെ കൊടുക്കുന്ന ഒരേ ഒരു പെണ്ണ്, തലമുടിയുള്ള പെണ്ണ് ഞാൻ തന്നെയാണ്. അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. തലച്ചോറിന് പകരം വളക്കൂറുള്ള ചെളി ഉള്ളപ്പോ പിന്നെ ഇത്തരം വളരത്തില്ലേ? കല്യാണ ശേഷമാണ് എനിക്ക് മനസ്സിലായത്. എന്നെ അങ്ങനെ എന്റെ സ്വഭാവത്തിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട അണ്ണാ. നിങ്ങളുടെ വീട്ടിലെ ഭാര്യ നിങ്ങൾക്ക് ആഹാരം എടുത്ത് എങ്ങനെയാ വിളിക്കുന്നത്? ചേട്ടാ, ദാ ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ഭർത്താവിനെ ഞാൻ വിളിക്കുന്നത് എങ്ങനെയാ അറിയോ? അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. ഇങ്ങനെ പാട്ടും പാടിയാണെന്നാ ഇത്ര ഇംപ്രസ് ചെയ്താണ് എന്റെ ഭർത്താവിനെ ഞാൻ ആഹാരം എടുത്ത് വെച്ചിട്ട് വിളിക്കുന്നത്. അയ്യോടാ, ഇത്രയും ഇംപ്രസ് ചെയ്ത് പാട്ട് പാടിയൊക്കെ നിങ്ങൾക്ക് ആഹാരം കൊണ്ട് തരുമ്പോ അവരെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നത് ശരിയല്ല കേട്ടോ. ഹലോ മിസ്റ്റർ സാർ, നിങ്ങൾ മനസ്സിലാക്കണം. ആ വരികൾ ശ്രദ്ധിച്ചോ സാർ? ശ്രദ്ധിച്ചോ? അയല വറുത്ത തുണ്ട്, കരിമീൻ പൊരിച്ച തുണ്ടല്ല എനിക്ക്. നടുക്കഷ്ണം അവിടെ അച്ഛനും അവിടെ അമ്മയ്ക്കും. സങ്കടമില്ലായിരുന്നു. എന്റെ അച്ഛനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാലുണ്ടല്ലോ. എന്റെ അച്ഛൻ USA പോയിരിക്കുന്ന എന്റെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. എവിടെ പോയാ? USA പോയിരിക്കുന്ന എന്റെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. കണ്ടോ, ഇത്രയും റിച്ച് ഫാമിലി നിന്നാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അവർ അച്ഛൻ അമേരിക്കയിലാണ്, USA-ലാണ്. ഇയാളെ കിടന്ന് ഇയാൾ അഹങ്കരിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അഹങ്കരിക്കേണ്ട കാര്യമുണ്ടോ? USA-ല് നിങ്ങളുടെ അമ്മായി ഇപ്പൊ USA-ല്. നല്ലപോലെ പറയടി. സത്യം പറയാം, 4.5 വർഷം കൊണ്ട് ടിവിയുടെ അസുഖം വന്ന് നൂല ചൂണ്ടെടുക്കുന്ന മനുഷ്യനാണ് അയാൾ. പണ്ടം കണ്ട് അണ്ടിയാപ്പീസിൽ പോകുന്നതുകൊണ്ട് ഓസിന് ESA മരുന്ന് കിട്ടുന്നു. സത്യം ഇല്ലങ്ങോട്ടല്ലോ. ഇവിടെ മുഴുത്ത് കിടന്ന ഇവിടെ തിരിഞ്ഞു നോക്കത്തില്ല. അത്രക്ക് അഴുക്ക പെണ്ണാണ് ഇവിടെ. സത്യം. എനിക്ക് ഹണിമൂണിന് പോണം. എനിക്ക് സിംഗപ്പൂർ തന്നെ പോണം. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണ്? മറ്റൊന്നുമല്ല സാർ, മിസ്റ്റർ സാർ. എന്താ? മറ്റൊന്നുമല്ല. എന്താ വിളിച്ചേ? മിസ്റ്റർ സാർ. ഓ, താങ്ക് യു. അത് മറ്റൊന്നുമല്ല.
ഈ വരുന്ന ആഴ്ച ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഓഹോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ ഹണിമൂൺ ഒന്നും ആഘോഷിക്കാൻ എങ്ങും പോയില്ല. അപ്പൊ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു, നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ ഞാൻ പറഞ്ഞു മലേഷ്യയിൽ പോകാന്ന് പറഞ്ഞു. മലേഷ്യ. അപ്പൊ ഇവിടെ തറതട്ട് നിൽക്കുകയാണ് സിംഗപ്പൂരിൽ പോകണമെന്ന് പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ? എനിക്ക് സിംഗപ്പൂർ പോയാൽ എടിയാ, മലേഷ്യയിൽ പോകാൻ എനിക്ക് സിംഗപ്പൂർ പോയാൽ മതി. നീ മലേഷ്യയിൽ പോകാൻ പറഞ്ഞു. സിംഗപ്പൂർ പോയാൽ മതി. നിന്നെ ഒറ്റയടിക്കണ്ടായിരുന്നു. ഹലോ 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 അല്ല. ഹലോ നിർത്ത്. ഹലോ നിർത്ത്. ഓയ്, നിർത്ത് വഴക്കണ്ട, നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. എന്താണ് നമ്മൾ എന്ത്? സംസാരം? ഹലോ, സംസാരം വിട്, 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 വിട്. സംസാരം സംസാരം കേട്ടോ. ഇത് സംസാരം കേട്ടോ. നിന്നെ സംസാരം ഉണ്ടല്ലോ. ഹലോ. ഒരു വല്ലാത്ത സംസാരം നമുക്ക്. വല്ലാത്ത സംസാരം. എന്ത് സംസാരം? അതുകൊണ്ടല്ല ഞാൻ കുടുംബശ്രീ എന്ത് സംസാരം ഇത്? ഓവർ സംസാരം. ഒരു സംഘം പറഞ്ഞാൽ ഓവർ സംസാരം പാടില്ല. നിങ്ങളൊക്കെ ഭാര്യ ഭർത്താവാണല്ലോ, നിങ്ങൾ സംസാരിക്കൂ. ഹലോ, നിങ്ങൾ അടങ്ങ്. എന്ത് കാര്യം? എന്ത് വിഷയത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? എനിക്ക് പിന്നെ മലേഷ്യ പോകണം. പൊയ്ക്കോ, നിങ്ങൾ മലേഷ്യ പൊക്കോ. ആ അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? എനിക്ക് സിംഗപ്പൂർ പോകണം. പൊയ്ക്കോ, നിങ്ങൾ സിംഗപ്പൂർ പൊയ്ക്കോ. അപ്പൊ വിഷയം തീർന്നല്ലോ. അതുപോലെ വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇത് ആദ്യം നമുക്ക് തോന്നാത്തടി. ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ, ഇത് കുടുംബ കോടതിയിൽ ഇത് തീരുമെന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ എന്തായാലും നിസ്സാരമായിട്ട്. അപ്പൊ ഒരു കാര്യം, നീ വീട്ടിൽ പോയിട്ട് നീ സിംഗപ്പൂർ പോയിക്കോ, ഞാൻ മലേഷ്യക്കും പോകുന്നു. നീ എന്ന് വരും? ഞാൻ ഒരു 16-ാം തീയതി 17-ാം തീയതി വാക്കിന് വരും. ഞാനൊരു 19-20 ആവും. കുഴപ്പമില്ല. ശരി എന്നാ ശരി ശരി. അടി നിന്നടി. നീ വന്ന്. നീ സിംഗപ്പൂർ എന്തിനാ പോന്നേ? ഞാൻ ഹണിമൂൺ ആഘോഷിക്കാൻ പോണത്. ഞാൻ മലേഷ്യയിൽ പോകുന്നതിനാണ്. നിങ്ങളും ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പൊ നീ സിംഗപ്പൂരും ഞാൻ മലേഷ്യയിൽ നിന്നാൽ എങ്ങനെയാണ് ഈ ഹണിമൂൺ ആഘോഷിക്കുന്നത്? നമ്മൾ രണ്ടും ഒരിടത്തുണ്ടെങ്കിലല്ലേ ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ രണ്ട് ഒരുമിച്ചുള്ള ഒരു അടുത്ത സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടങ്ങ് പോയാലോ? അതെവിടെ? നമ്മുടെ വീട്ടിലോട്ട് വാടിഞ്ഞോട്ട്.